മടവൂരാണ് ഞങ്ങളുടെ പടച്ചോൻ, അല്ലാഹു അക്ബർ. ഇബ്ലീസാണ് ഞങ്ങളുടെ ത്വരീഖത്തിന്റെ ശൈഖ്, അല്ലാഹു അക്ബർ. ഇബ്ലീസ് നാളെ സ്വർഗത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകും, അല്ലാഹു അക്ബർ. ഈ പണിയല്ലേ കൂടെ ഇരിക്കുന്ന കുഞ്ഞാടുകൾ? കാവിയത്ത് സൂഫിയയുടെ വിജയമാണത്രേ. എന്റെ ചങ്ങാതി പറഞ്ഞത് കൃത്യം. കണ്ണിക്കാൻ കിതാബ് എടുത്ത് വായിക്കി. ശ്മശാനം വേറെ അന്വേഷിച്ചോ? എന്തൊരു സ്നേഹമാണ് എന്നോട്. സുന്നികളാകുന്ന ഞങ്ങളെ നിന്റെ ഉമ്മാക്കി കാണിച്ചു പേടിപ്പിക്കണ്ട. ആൺകുട്ടിയാണെങ്കിൽ മറുപടി പറ. പാൽക്കുപ്പിയുടെ പിന്നാലെ പോകാനൊന്നും നേരെയില്ല. അവന് വേണ്ടത് ആവശ്യത്തിനുള്ളത് കൊടുത്തിട്ടുണ്ട്, അത് അവിടെ കൊണ്ട് തീർന്നു. പിന്നെ ഒരു ലാസ്റ്റ് ഞാൻ എന്തോ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് ചങ്ങായി ഉരുണ്ട് പറഞ്ഞ ഒരു കാര്യം സമ്മതിച്ച്, സംഗതി മുഹമ്മദ് റസൂലുള്ള ഖാലിഖന്നെയാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് വിശ്വസിച്ചാൽ കുഫറാണെന്നാ പേരോട് പറഞ്ഞു. അപ്പൊ ശരിക്കും ഇബ്ലീസ് മുതൽ ഇപ്പൊ കുഫറിലായി പോയിട്ടുണ്ട്. വല്ലാത്തൊരു മറുപടി ആയിപ്പോയി. ഞാൻ കൂടി കേട്ടോട്ടെ. അയാൾ തന്നെ പറയുന്നുണ്ട് ഖാലിഖ് ആകാൻ കുഴപ്പമൊന്നുമില്ല. അതാ കൂടി കേട്ടോ. കേൾക്കാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞ ക്ലിപ്പല്ലേ, അത് കേട്ടാൽ ഒരു കുഴപ്പമുണ്ടാകാൻ പോണില്ല. ഇപ്പൊ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? പേരോട് ഉസ്താദ് ഖാലിഖ് എന്ന് പറഞ്ഞു, അത് കുഫറാണെന്ന് പറഞ്ഞു. പേരോട് ഉസ്താദ് ഏതർത്ഥത്തിലാ പറഞ്ഞത്? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ക്ലിപ്പ് കാണിച്ചു, ഇപ്പോഴും ഞാൻ ക്ലിപ്പ് കാണിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും അവൻ ആ കുഫറിൽ തന്നെ നിൽക്കാൻ. എന്നിട്ട് പറയാണ് ഞാൻ കാഫിറായി, ഭാര്യ ഹലാലല്ലോ, വേറെ ശ്മശാനം അന്വേഷിക്കണം കേട്ടോ. എന്റെ ചെങ്കാതിമാരെ, നിങ്ങൾ കൂടിയിരിക്കുന്ന ആ കൂടാരുണ്ടല്ലോ, ആ കൂടാരത്തിൽ നിന്ന് പുറത്തു വരുന്ന പിഴച്ച വാദങ്ങളും ആശയങ്ങളും അതുപോലെ പച്ച കുഫറുകളുമൊന്നും സുന്നികളാകുന്ന ഞങ്ങൾ വിശ്വസിക്കില്ല, ഞങ്ങളത് പറയില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് കേൾപ്പിച്ചോളൂ. ഉദാഹരണം ശ്രദ്ധിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്സ ജല്ല അഥവാ അസീസ് ജലീൽ എന്ന പേരിനൊക്കെ യോഗ്യനാണ്. എങ്കിലും നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അസ്സ വജല്ല എന്ന് പറയാറില്ല. എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വാക്കാണ്. ഖാലിഖ് എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ട്, യോഗ്യനാണെങ്കിൽ പോലും അത് പറയാൻ പാടില്ല. ചങ്ങായെ, ഖാലിഖ് എന്നുള്ള പേര് നാമം വിശേഷണത്തിന് ആര് അർഹരാണ്? മുഹമ്മദ് റസൂലുള്ളാഹ്. അതാണ് സാവിയത്തു സൂഫിയുടെ വിജയം. ഹബീബായ തങ്ങൾ ഖാലിഖ് എന്ന വിശേഷണത്തിന് അർഹനാണ്. അതാ പറഞ്ഞേ. പക്ഷെ പറയാൻ പറയലല്ല ഇവിടുത്തെ വിഷയം. കാവിയത്തു സൂഫിയയുടെ വിജയമാണെന്ന് പറഞ്ഞ് മൂപ്പര് ആഘോഷിക്കാൻ എന്താ പറഞ്ഞത്, ഏതാ പറഞ്ഞത്? ഒരു ചിന്തയില്ല. എന്തോ ഒന്ന് കേട്ടു ആഘോഷിക്കാൻ. കാരണം കൂടെ പിന്നിൽ കുറച്ച് കുഞ്ഞാടുകൾ ഇരിക്കുന്നുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും ഒരു പണി വേണ്ടേ? അവരുടെ ആകപ്പണി അല്ലാഹു അക്ബർ. മടവൂരാണ് ഞങ്ങളുടെ പടച്ചോൻ, അല്ലാഹു അക്ബർ. ഇബ്ലീസാണ് ഞങ്ങളുടെ ത്വരീഖത്തിന്റെ ശൈഖ്, അല്ലാഹു അക്ബർ. ഇബ്ലീസ് നാളെ സ്വർഗത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകും, അല്ലാഹു അക്ബർ. ഈ പണിയല്ലേ കൂടെ ഇരിക്കുന്ന കുഞ്ഞാടുകൾക്ക്? അതിനുവേണ്ടി മൂപ്പർ ഇടക്കിടക്ക് ഇങ്ങനെ ഒന്ന് സൗണ്ട് കൂട്ടി കൊടുക്കും. കാവിയത്ത് സൂഫിയയുടെ വിജയമാണത്രേ. എന്റെ ചങ്ങാതി പറഞ്ഞത് കൃത്യം. കണ്ണിക്കാൻ കിതാബ് എടുത്ത് വായിക്കി. അതല്ലേ അന്തസ്. അത് വായിക്കാതെ മൂപ്പര് വിജയം ആഘോഷിക്കാൻ. എന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് തെറ്റിദ്ധാരണയൊന്നും വരില്ല. ഖാലിഖാണെന്ന് വിശ്വസിച്ചാൽ പറയലും പറയാതിരിക്കലുമല്ലോ. ഖാലിഖാന്ന് വിശ്വസിച്ചാൽ ഇതിന് പുറത്തായി. മദനി, ഭാര്യ ഹലാലാകൂല, ശ്മശാനം വേറെ തെരഞ്ഞോ. ഖാലിഖാണെന്നത് ശരിയാണ്, പറയുന്നിടത്ത് ശ്രദ്ധിച്ചാൽ മതി. തെറ്റിദ്ധാരണ വരും. തെറ്റിദ്ധാരണ ഒന്നും ഞങ്ങൾക്ക് വരും. ശ്മശാനം വേറെ അന്വേഷിച്ചോ? എന്തൊരു സ്നേഹമാണ് എന്നോട്. എന്റെ ചങ്ങാതി, പേരോട് ഉസ്താദ് കുഫറാണെന്ന് പറഞ്ഞത് എന്താണെന്നും പേരോട് ഉസ്താദ് ഖാലിഖ് എന്ന് ഉപയോഗിക്കുന്നത് വേറെ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ടെന്നും പേരോട് ഉസ്താദ് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സുന്നികളാകുന്ന ഞങ്ങളെ നിന്റെ ഉമ്മാക്കി കാണിച്ചു പേടിപ്പിക്കണ്ട. ഭയങ്കരം. എന്നിട്ട് പറഞ്ഞതെന്താ? തെറ്റിദ്ധാരണയൊന്നും ഞങ്ങൾക്ക് വരില്ല പോലും. നിങ്ങൾക്കറിയോ, കാവിയത്തു സൂഫിയയിൽപ്പെട്ട ഒരു ചങ്ങാതി ഇവന്റെയൊക്കെ തൊള്ളയിൽ നിന്ന് വരുന്ന ഈ തോന്യാസം കേട്ടിട്ട് അള്ളാന്റെ ഖുർആനിലെ ആയത്ത് മാറ്റിയവരാ. അറിയോ നിങ്ങൾക്ക്? വാട്സപ്പ് ഗ്രൂപ്പില് എന്തെല്ലാം ചർച്ചകളാ നടക്കുന്നത് അറിയോ? നമ്മുടെ തെറിയൂര് അശ്വനി ഉസ്താദിനോട് മുട്ടാൻ ധൈര്യമുള്ളവനുണ്ടെങ്കിൽ ഇറങ്ങി വാടാന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോ ഒരാൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് ഞാനുണ്ട് എന്ന്. അവൻ പറയാ നിന്റെ സംസ്കാരം പോരാ. ആരാ പറയണത്? കുഞ്ഞയമ്മദേ, നിന്റെ സംസ്കാരം പോരാ സംവാദം നടത്താൻ. അവന്റെ സംസ്കാരം എന്താണെന്ന് കേരളം എല്ലാ ദിവസവും എന്നോണം കേട്ടോണ്ടിരിക്കുന്നതാ. അവരാ പറയണത് സംസ്കാരം പോരാ. എന്തായാലും ഞാൻ പറയുന്നത്, ഇവരുടെ ഈ പിഴച്ച വാദം കേട്ടിട്ട് ഒരു ചെങ്ങാതി ആയത്തില് കൃത്രിമം കൈക്രിയ നടത്തിയത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അപ്പൊ മോന്റെ കാക്ക ഖുർആനിൽ അള്ളാഹ് പറഞ്ഞുകൊണ്ടല്ല മടവൂർ ശൈഖുൻ ഖാലിഖാണെന്ന്. നിങ്ങൾ തള്ളുവോ? ഖുർആന്റെ ആയത്തുകൾ തള്ളുവോ? ഇന്നല്ലാഹ ഹുവ ഖാലിഖുൻ വജിബ്രീലു വസ്വാലിഹുൽ മുഅ്മിനീൻ. അർത്ഥം വെക്കേ. ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ ആണത്തുണ്ടെങ്കിൽ നിങ്ങൾ അർത്ഥം വെക്കി. നട്ടലുണ്ടെങ്കിൽ എന്താ വെല്ലുവിളി? നട്ടലുണ്ടെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ അർത്ഥം വെക്കാൻ ഇങ്ങനെ ഒരു ആയത്ത് അള്ളാഹിന്റെ ഖുർആനിലുണ്ടോ? മടവൂര് ഖാലിഖാണ് എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഇന്നല്ലാഹു ഹുവ ഖാലിഖുൻ വജിബ്രീലു. എന്തൊക്കെയാണ് ഇവന്മാർ ഉണ്ടാക്കിയെടുക്കണം?
എന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് തെറ്റിദ്ധാരണയൊന്നും വരൂല. എന്റെ ചങ്ങാതിമാരെ, ശരിയായ ഒരു ധാരണ പോലും ഇല്ലാത്ത ഒരു പാളയത്തിൽ ജീവിക്കുന്ന നിങ്ങളുടെ ധാരണ മുഴുവനും പഴച്ചുപോയില്ലേ? ഇനി അവിടെ എന്ത് തെറ്റാൻ, എന്ത് ശരിയാകാൻ? ഈ കോലത്തിലുള്ള അണികളെ ഉണ്ടാക്കിയെടുത്തതല്ലേ നിങ്ങളുടെ വിജയം? വിശ്വാസികളെ പിഴച്ച ത്വരീഖത്ത്, തനിച്ച പിഴവ്, പച്ചയായ കുഫർ വിശ്വസിക്കുകയും പറഞ്ഞു നടക്കുകയും ചെയ്യുന്നവർ കുഫറാണെന്ന് ഇവന്റെ വാക്കുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തെളിയിച്ചതാണ്. അതിനെക്കുറിച്ചൊന്നും ഒരക്ഷരവും മിണ്ടാതെ ഇപ്പൊ വന്നിട്ട് വലിയർത്താനം പറയാൻ. ആൺകുട്ടിയാണെങ്കിൽ മറുപടി പറ. പാൽക്കുപ്പിയുടെ പിന്നാലെ പോകാനൊന്നും നേരെയില്ല. അവന് വേണ്ടത് ആവശ്യത്തിനുള്ളത് കൊടുത്തിട്ടുണ്ട്, അത് അവിടെ കൊണ്ട് തീർന്നു. ഞാനും നീയും തമ്മിലാ ചർച്ച. മറുപടി പറ. ഇബ്ലീസ് മുസ്ലിം ആയാൽ ഖുർആനിൽ ആയത്ത് എന്ത് ചെയ്യണം? ആണാണെങ്കിലും മറുപടി പറ. അതുപോലെ പടച്ചോൻ എന്ന് പറയുന്ന വിളി, അങ്ങനെ ഒരു മാതൃക എവിടെയുണ്ട്? കാണിക്ക്. ഏതെങ്കിലും ഒരു പണ്ഡിതൻ എന്നല്ലേ ഞാൻ പറഞ്ഞത്? സ്വഹാബി മുതലെടുത്തോ ഏതെങ്കിലും ഒരാള് അവരുടെ വലിയനെ അല്ലെങ്കിൽ റസൂലിനെ ഇത് ഞങ്ങളുടെ പടച്ചോനാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ പടച്ചോനെ എന്ന് വിളിച്ചതുണ്ടെങ്കിൽ കൊണ്ടുപോവാൻ ഔഷാദെ ഉണ്ടാവില്ല. അള്ളാഹു നന്നാക്കി തരട്ടെ. എന്ത് പറ്റിപ്പോയി ചെങ്ങാതിക്കെന്ന് ഓർത്തു നോക്കിക്ക്. എന്തിനേയും ന്യായീകരിക്കാൻ, എന്നിട്ട് ഇതുപോലെയുള്ള ആയത്തുകളിലൊക്കെ പലതും കൂട്ടിച്ചേർത്ത് വലിയ സംഭവമാക്കി വെല്ലുവിളിക്കുന്ന കുറച്ച് കഴുതകളായ അണികളെ ഉണ്ടാക്കിയെടുക്കാനല്ലേ ഇവന്റെയൊക്കെ പ്രസംഗം ഉപകരിച്ചിട്ടുള്ളൂ. ദ്വാരക്കാണ്. എല്ലാ വീഡിയോയിലും ഞാൻ അവസാനം ദ്വാരക്കുന്നുണ്ട്. ഇപ്പോഴും ദ്വാ ചെയ്യാൻ. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് തരട്ടെ.